വീടിനുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് വീടിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമെന്നുള്ളത്. കാരണം നമ്മൾ വീട് പകുതി വഴിക്ക് അതിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു പോകരുത്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വീട് നിർമ്മാണം ഉപേക്ഷിക്കേണ്ടി വരരുത്. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾക്ക് അറിയുന്നവരുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും വീട് നിർമ്മാണം ഒരു സ്റ്റേജിലെത്തി അങ്ങനെ നിൽക്കുന്നത്. ഇതിനെല്ലാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ്, കയ്യിലുള്ള ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിച്ചതിലധികം ചെലവായി നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ അവരെ കൊണ്ട് സാധിക്കാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പ്ലാൻ ഡിസൈൻ ചെയ്യുക. കൃത്യമായി നമുക്ക് റേസ് ചെയ്യാൻ എത്ര ഫണ്ട് കഴിയും എന്നുള്ളത് നമ്മൾ ആദ്യം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച ശേഷം മാത്രം പ്ലാൻ ഡിസൈൻ ചെയ്യുക. കൃത്യമായ നല്ലൊരു ബിൽഡറുടെ, ഡിസൈനറുടെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബഡ്ജറ്റും പ്ലാനും വൃത്തിയായി തന്നെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നതാണ്. തറപ്പണി മുതൽ അവസാനം ഫിനിഷിംഗ് സ്റ്റേജ് വരെ ഓരോ ഭാഗങ്ങളെയും കൃത്യമായി സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ വൃത്തിയോടും ലാഭകരവുമായും നമുക്ക് നമ്മുടെ വീട് നിർമ്മാണം പൂർത്തിയാക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയി പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ